എടാ മാമാ കൊലയാളി, എടാ എന്നെ തുറന്നു വിടാൻ പറയടാ എന്റെ അമ്മയോട്. എത്രയും പെട്ടെന്ന് അവന്റെ കാര്യത്തിൽ തീരുമാനം എടുത്തില്ലെങ്കിലേ കുഴപ്പമേ. എന്നെ കാണുമ്പോൾ മാത്രമേ ഞാൻ ആ കുറ്റക്കാരനെന്ന് അവൻ പറയുന്നുള്ളൂ. കണ്ണന്റെ അച്ഛനെ കൊല്ലാൻ കൊട്ടേഷൻ തന്ന മാമാ. പക്ഷേ ഇപ്പൊ വിളിച്ചു പോകുന്നത് എന്റെ പേര് പറഞ്ഞോണ്ടാ. അത് നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ മാമാ, അല്ലെങ്കിൽ അവൻ നിന്റെ കാര്യമൊന്നും പറയത്തില്ല. അവിടെ ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. കണ്ണന്റെ മുഖം കണ്ടിട്ട് അത്ര പന്തിയൊന്നും അല്ലമ്മേ. അവനിനി ഇങ്ങോട്ട് വരുമോന്നാ എന്റെ പേടി. വരുവാണെങ്കിലും അകത്ത് കിടക്കുന്നവൻ കണ്ണനെ കാണാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. എല്ലാവർക്കും അവൻ പാരയാ. ഇനി ആരുടെയൊക്കെ കൊലപാതകങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി നീ വേറെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ വാമദേവ? ഞാനല്ലല്ലോ കൊന്നത്. പ്രതാപന്റെ അമ്മായിയമ്മയെ കൊന്നത് അമ്മയല്ലേ? എന്റെ പൊന്നെ, നീ അത് വെറുതെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കല്ലേ. അമ്മയുടെ മോൻ വിശ്വാസിനെ കൊല്ലം കൊട്ടേഷൻ കൊടുത്തത് ഞാനാണെന്ന് പറഞ്ഞ് പാടി നടന്ന അവന്റെ നാവിന്ന് 4 ആൾ അറിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഞാനും പറയും. അതിന് തർക്കമൊന്നും വേണ്ട. എന്നെ ഒന്ന് തുറന്നു വിടറാ. എടാ കള്ള, ആൾക്കാരെ കൊല്ലാൻ വേണ്ടി പൈസ കൊടുത്ത് മറ്റുള്ളവരെ കൊലയാളിയാക്കുന്ന മാമാ. എടാ എന്നെ തുറന്നു വിടാൻ പറയണ ആ കിളവിയോട്. ഇവന്റെ അവസാനം ഇന്ന് ഞാൻ അവനെ കൊല്ലും. ആ ശൂർപ്പണയോട് എന്നെ ഒന്ന് തുറന്നു വിടാൻ പറയടാ. ഒന്ന് പറയടാ തള്ളയോട്, ഒന്ന് തുറന്നു വിടാൻ പറയടാ. അടങ്ങി ഒതുങ്ങി കിടന്നില്ലെങ്കിലേ നീ ആത്മാവായിട്ടും മറ്റവന്റെ കൂടെ അലഞ്ഞു തിരിയും. മിണ്ടരുത്. കൊല്ലുന്നെങ്കിൽ കൊല്ല്. എന്നാലും വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ തന്നത് അവിടേക്ക് പാമനാണെന്നും എന്റെ അമ്മായിയമ്മയെ കൊന്നത് നിങ്ങളാണെന്നും ഞാൻ പറയേണ്ടവരോടൊക്കെ പറഞ്ഞിരിക്കും. അവന്റെ വട്ട് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുക. നിസ്സാരമായിട്ട് തള്ളാൻ പറ്റില്ല. ഇതവൻ കണ്ണനോട് മാത്രമല്ല, വേണ്ടി വന്ന പോലീസ് സ്റ്റേഷനിൽ പോയി പറയും. എന്റെ പൊന്നു മാമ, അവന്റെ അമ്മായിയമ്മ മരിച്ചിട്ട് കുറെ വർഷമായി. അവരും മണ്ണിനൊപ്പം ചേർന്നിട്ട് കുറെ കൊല്ലങ്ങളായെന്നേ. ഇനിയിപ്പോ പോലീസ് അന്വേഷിച്ചാ എന്തോ തുമ്പ് കിട്ടാനാ? ഗ്രഹണ സമയത്ത് അതൊക്കെ ഉണ്ടാവുമേ. പണി ഏത് വഴിന്ന് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ മിക്കവാറും അമ്മയുടെ മോനെതിരെ എനിക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും. മഹാഭാവി, അങ്ങനെയൊന്നും പറയല്ലേ. നീ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു ചതിയുടെ പേരില്ല ഞങ്ങളിങ്ങനെ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നേ. ഞാൻ പറഞ്ഞല്ലോ, അന്ന് അവൻ കാശെണ്ണി വാങ്ങിയതാ. അവൻ ചോദിച്ച പണം അന്ന് ഞാൻ കൊടുത്തതാ. അന്ന് അവൻ ഇത്രയും പ്രതാപമൊന്നും ഉണ്ടായിരുന്നില്ല. ജീവിക്കാൻ പാടുപെടുന്ന കാലമായിരുന്നു. അന്ന് അവൻ പണം വാങ്ങി നന്നായിട്ട് ആഘോഷിച്ചതാ. ഇനി എന്നെ കുരുതി കൊടുത്ത എനിക്കിനി മറ്റൊരു കുരുതിയെ പറ്റി ആലോചിക്കേണ്ടി വരും. അതെല്ലാവരും ഓർത്തു. ഒന്ന് തുറന്നു വിടാൻ പറയടാ. എടാ മാമാ, എടാ കൊലയാളി, ഇവര് എവിടെ പോയി? അമ്മേ, അവൻ പോയോ? പോയടാ, അവൻ പോയി. പോകുന്നതിന് മുമ്പ് അവരൊരു കാര്യം പറഞ്ഞിട്ടാ പോയത്. എന്താ? നിനക്കെതിരെ കൊട്ടേഷൻ തരുമെന്ന്. അത് വേണം എനിക്ക്. അതിനപ്പുറം അവൻ ചെയ്യും. അമ്മയ്ക്കറിയോ, വിശ്വനാഥനെ കൊല്ലുന്നതിന് മുമ്പ് അവൻ 3 പേരെ കൊല്ലം കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതും എന്നോട് വിശ്വനാഥൻ പറഞ്ഞു. എന്റെ ദൈവമേ, കൊലപാതകങ്ങളുടെ ചുരുളഴിയാൻ പോവാ. അമ്മ എന്റെ അമ്മായിയമ്മ അല്ലാതെ വേറെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അങ്ങനെ വിശ്വനാഥൻ പറഞ്ഞോ? ആ രീതിയിലേക്ക് അവന്റെ സംസാരം വരുന്നുണ്ട്. സാരമില്ല, ഈ കർത്തവാവ് കഴിഞ്ഞു പോയില്ലേ, ഇനി അടുത്ത കർത്തവാവ് വരുമ്പോ അവൻ പറയും അമ്മ കൊന്നത് ആരെയൊക്കെയാണെന്ന്. ആ പട്ടിക അവൻ നിർത്തി വെക്കും. എല്ലാരും കരുതിയിരുന്നോ, എനിക്ക് ചുറ്റുള്ളവർ മുഴുവൻ കൊലയാളികളാ. ഈ വീട്ടിനകത്ത് പാവം എന്ന് പറയുന്നത് ലക്ഷ്മിയും എന്റെ മോഹിനിയും മാത്രമാ. എന്റെ കരുണമോൾ ഉൾപ്പെടെ എല്ലാരും കൊലയാളികളുടെ മനസ്സുമായിട്ടാണ് നടക്കുന്നേ. എല്ലാത്തിന്റെ ഉള്ളിൽ വിഷമാ. അപ്പോ മോഹിനി ലക്ഷ്മി മാത്രമാണ് നല്ലവരായിട്ടുള്ളത് അല്ലേ? അല്ലല്ല, അവര് മാത്രമല്ല, കണ്ണനും അവനെ സ്നേഹിക്കുന്ന എല്ലാരും നല്ലവരാ. ബാക്കിയുള്ളവരുണ്ടല്ലോ, അവരാരും
ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവരാ. എല്ലാത്തിനെയും കൊന്ന് കെട്ടിത്തൂക്കണം, എന്നെ ഉൾപ്പെടെ. നിന്റെ കരുണമോളെ കൊന്നു കെട്ടി തോക്കണോടാ? അവളൊക്കെ ഒരു മനുഷ്യജന്മമാണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. നിന്റെ കൈയും കാലും കെട്ടി ഭ്രാന്താശുപത്രി കൊണ്ടുപോയി ഇട്ടേ പറ്റൂ.